ഹായ്, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമുക്കിന്ന് എണ്ണം പഠിച്ചാലോ? ഹിന്ദിയിൽ എങ്ങനെയാണ് 1 മുതൽ 100 വരെ എഴുതുക, അതുപോലെ അതെങ്ങനെയാണ് ഉച്ചരിക്കുക, വായിക്കുക എന്ന് പഠിച്ചാലോ? പഠിക്കാം. റെഡിയല്ലേ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും വീണ്ടും നമുക്ക് ഉപയോഗപ്പെടും ഓരോ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ. അപ്പം എല്ലാവരും കൃത്യമായി പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ആദ്യം 1 അല്ലേ? 1 അല്ലേ? 1, 2, 3 അത് എന്തിനായാലും ഒരു 10 വരെ, കേവലം 10 വരെയെങ്കിലും എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ എണ്ണമാണ് 1 അല്ലേ? ഏക്. ഏക് എങ്ങനെ എഴുതുക? ഏക് 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 അല്ലേ? ഏക ഏക്. അടുത്തത് ദോ. ദോ. അടുത്തത് തീൻ. തീൻ എഴുതുന്ന രീതി മനസ്സിലാക്കണം. അടുത്തത് ചാർ. ചാർ. പാഞ്ച്. പാഞ്ച്. ഛ. ഛ. സാത്. सात. 8. 8. 9. 9. Ada 9. 10. 10. അപ്പം 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പം നമുക്ക് മലയാളത്തിൽ 1, 2, 3 എന്നൊക്കെ എഴുതാനറിയാം. പക്ഷെ നമുക്ക് ഹിന്ദിയിൽ എങ്ങനെ എഴുതാമെന്നുകൂടി മനസ്സിലാക്കാം. ഹിന്ദിയിൽ എങ്ങനെയാണ് നമ്മൾ അക്കങ്ങൾ എഴുതുക? അപ്പോൾ ഏക് എന്നെങ്ങനെ എഴുതുക? ഏക് ഇങ്ങനെ എഴുതുക കേട്ടോ. ഏക്. ദോ. ദോ. തീൻ. चार. चार എങ്ങനെ എഴുതുക? ദേവ്. चार. पाँच. 5. 6. 5. 6. 7. 8. മൂക്ക് വരക്കുന്ന പോലെ 8 കേട്ടോ. 9. 9 ഒന്ന് തലതിരിച്ചെഴുതുന്ന പോലെ ഇതാ 9. 10 അറിയാലോ അല്ലേ? 10 മനസ്സിലായില്ലേ? എന്തൊക്കെയായിരിക്കും 10? ഏക് 10. 0, 0 പോലെ തന്നെ 10. ഓക്കെ. അപ്പോൾ ഹിന്ദിയിൽ 2 രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. എഴുതാനും അക്ഷരത്തിലും അക്കത്തിലും പഠിക്കുന്നു നമ്മൾ അല്ലേ? അക്ഷരത്തിലും അക്കത്തിലും നമ്മൾ പഠിക്കുന്നു. മനസ്സിലായല്ലോ? ഏക്, ദോ, തീൻ, ചാർ, പാഞ്ച്, ഛ. ഛ എന്ന് പറയുമ്പോൾ ഉണ്ടാ 2 ബിന്ദി വേണം. ഛ അവിടെ ഒരു ശക്തി കൊടുക്കണം അവിടെ പറയുമ്പോൾ. 6, 7, 8, 9, 10. ഇനി ഈ അക്കത്തിലുള്ളത് 10 വരെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിൽ എഴുതാം അല്ലേ? ഈ 9 സംഖ്യ വെച്ചിട്ടാണ് നമ്മളെ കളി അല്ലേ? മറ്റുള്ള സംഖ്യകളെല്ലാം ഇത് വെച്ചിട്ടാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഇത്രയും മനോഹരമായി പഠിച്ചാൽ മതി അക്കത്തിൽ എഴുതുമ്പോൾ.
പക്ഷേ അക്ഷരത്തിൽ അങ്ങനെ പഠിച്ചാൽ പോരാ കേട്ടോ. അത് നമ്മൾ നന്നായി മനസ്സിരുത്തി വായിച്ച് പഠിക്കണം, എങ്കിലേ പറ്റൂ. ശരി, എന്നാൽ നമുക്ക് 11 എഴുതാം അല്ലേ? 11 പഠിക്കണ്ടേ? 10 കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? പഠിച്ച കുട്ടിയൊക്കെ ഇപ്പോൾ ഓർമ്മയുണ്ടാവും അല്ലേ? 11 മനസ്സിൽ ഇപ്പോഴും പറയുന്നുണ്ടാവും, അതെനിക്കറിയാം. 10 11 അല്ലേ? 11 ഇവിടെ എഴുതാം. 11 11 എന്നൊന്നും പറയാൻ പാടില്ല കേട്ടോ. പറയുമ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ പറയണം. 11 സൈലൻ്റായിട്ട്, സൈലൻ്റായിട്ട് പറയണം. 11 12 12 കണ്ട 12 ഇതിനാണ് 12 13 13 13 14 എന്ത് പറയും? 14 കണ്ടോ? ഇതെല്ലാം നമ്മൾ നേരത്തെ അക്ഷരം പഠിച്ചതിൻ്റെ ഗുണമാണ്. 14 കണ്ടോ? 14. ഇനിയോ 15 എങ്ങനെയാ 15 എന്ന് എഴുതുക? പ ന പകുതി ദ 15 കണ്ടോ? ഇവിടെ ഒരു ചെറിയ ചിഹ്നം ന്ത്രയായി അല്ലേ? 15 15 15. 16 എന്താ പറയുക? 16 16 16. 17 17 17 പഠിച്ചിട്ടുണ്ട് നമ്മളല്ലേ? 17. 18 അല്ലേ? 18 എന്താ പറയുക? 18 18. ഏതൊക്കെ അക്ഷരമാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? 18 19. 19 എന്താ പറയുക? 19 കണ്ട 2 ന വേണം കണ്ടോ? കൂട്ടക്ഷരം കൂടി പഠിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കേട്ടോ. 19 എഴുതുന്ന വിധം ശ്രദ്ധിക്കണം കേട്ടോ. 19. അടുത്തത് 20 അല്ലേ? 20 20 അല്ലേ? 20 20. എന്താ പറയുന്നത്? എന്താ മനസ്സിലാക്കിയേ? 11 12 13 14 15 16 17 18 19 20. അപ്പോൾ അതെങ്ങനെ ഹിന്ദി അക്കത്തിൽ എഴുതും? 11 എങ്ങനെ എഴുതുക? മനസ്സിലായല്ലോ? ഇതാ ഇങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്താ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കളയാം. ഇല്ല അല്ല, ഹിന്ദി കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇത്? 11 അല്ലേ? 11 11 ആണെന്ന് മനസ്സിലാവും. പിന്നെ 12 എങ്ങനെ എഴുതുക? 12 1 2 പിന്നെ 1 3 1 4 14 അല്ലേ? 1 5 പിന്നെ 1 5 എന്നാ 15 അല്ലേ? 15 പിന്നെ 1 6 16 1 7 17 17 1 8 എന്തായി? 18 18 എന്തായി ഹിന്ദിയിൽ? 18 ആയി അല്ലേ? 1 9 കണ്ടാ? 2 തല തിരിച്ചിട്ട് അല്ലേ? 1 9 എന്തായി? 19 അല്ലേ? പിന്നെ 20 എങ്ങനെ എഴുതും? 2 എന്ന് മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ? 2 20 അല്ലേ? മനസ്സിലായല്ലോ? ഇനി ഇതൊന്നുകൂടി പറയാം. 11 12 13 14 15 16 17 18 19 20. ഇനി നമുക്ക് 21 അല്ല 21 പഠിക്കണം അല്ലേ? 21 അതെങ്ങനെയായി? 21 ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓർമ്മയുണ്ടായിരിക്കെങ്കിലും? ഇക്കീസ് അല്ലേ? ഇക്കീസ് ഇർക്കീസ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ?
നമ്മൾ ഇർക്കീസാന്ന് എപ്പം പറയും, അത് ഓർമ്മിച്ചാൽ മതി. ഇർക്കീസ് എന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ നമുക്ക് 21 എന്താ ഹിന്ദിയിൽ എങ്ങനെയാണ് പറയാമെന്ന് നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. ഇക്കീസ് അല്ലേ, ഇക്കീസ്. ഈ കണ്ടാ കൂട്ടക്ഷരം വരുന്നുണ്ടോ? ഇക്കീസ് എങ്ങനെ എഴുതുക? 2 ക, ഇക്കീസ് അല്ലേ, ഇക്കീസ്. അടുത്തതോ ഭായിസ്. ഇക്കീസ്, ഭായിസ്. ഇത് 3 വരുമ്പോൾ എന്തായിരിക്കും? എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും അല്ലേ? 3 വരുമ്പോൾ തേയീസ് അല്ലേ, തേയീസ്, തേയീസ്. ഇപ്പം 4 വരുമ്പോൾ അല്ലേ, ചാവോട് എന്തെങ്കിലും ഒരു ചാ വരുമില്ലേ അല്ലേ, വരും അല്ലേ. എന്താ വരിക? ചൗബീസ് അല്ലേ, ചൗബീസ്. 23, 24, 25 അല്ലേ. അടുത്തത് 5 എന്ന് പറയുമ്പോൾ പ അല്ലേ, അതിനോട് സാമ്യതയുള്ള വീടാണ് അല്ലേ, പച്ചീസ്. അടുത്തെന്താണ്? ചഹാണ് അല്ലേ. അപ്പം ആറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും അല്ലേ. എന്താ? ചബ്ബീസ്. കേട്ടോ, ചബ്ബീസ്, ചബ്ബീസ്. അടുത്തത് സാത്താന്നല്ലേ. അപ്പം സാത്ത് എന്ന് പറയുമ്പോൾ ഒരു 7 ബന്ധപ്പെട്ട് തന്നെയായിരിക്കും അല്ലേ. 27 എങ്ങനെ വരിക? സത്തായിസ്, സത്തായിസ്. ഉണ്ടോ? സത്താ, സത്തായിസ്, സത്തായിസ്. അടുത്തത് 28 അല്ലേ, 8 അല്ലേ, 28 ഇങ്ങനെ എഴുതുക. ഇങ്ങനെ എഴുതുക, ഠ എഴുതി ഹൽച്ചിന് ഇടുന്നു അല്ലേ. ഈ ഹൽച്ചിന് ഇടുമ്പോൾ ഈ ഠ പകുതിയായി മാറുന്നു. മനസ്സിലായല്ലോ? ഠ എന്ന് എഴുതുന്നു, അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ചെരിഞ്ഞ വരക്ക് ഹൽച്ചിനം എന്നാണ് പറയുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ ഠ എന്താവുന്നു? പകുതിയാവുന്നു. അപ്പോൾ വേറൊരു ഫുൾ ഠായും കൂടി എഴുതി കഴിഞ്ഞാൽ അഠ അല്ലേ, അഠായിസ്, അഠായിസ്. അഠായിസ് എന്ന് പറഞ്ഞാൽ എന്താ? 28. 28 എന്ന് പറഞ്ഞാൽ 28. 18 എന്താ പറയുക? 18 എന്താ പറയും? 18. അപ്പം 28 എന്ന് പറയുമ്പോൾ 28 എന്ന് പറയുമ്പോൾ അത് 28 മാറി അല്ലേ. ഇനിയോ 29-ന് 29, 29. അപ്പം 30-ന് എന്തായിരിക്കും? 20 ബീസാണെങ്കിൽ 30 29 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? തീസ്. കണ്ടോ? തീസ്. തീസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് 30 അല്ലേ, തീസ് 30. അതിപ്പോൾ എങ്ങനെ ഹിന്ദിയിൽ എഴുതും? അക്കത്തിൽ ശ്രമിച്ചൂടെ? ഇങ്ങനെ എഴുതുക. അതെല്ലാം എല്ലാവർക്കും എളുപ്പമായിരിക്കുമല്ലോ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇത് വളരെ മനസ്സിരുത്തി നന്നായി എഴുതി തന്നെ പഠിക്കണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് തലയിൽ ഉറച്ചു വരുള്ളൂ. തലയിലത് ഒരിക്കലും മായാത്ത വിധത്തിൽ സ്പഷ്ടമായി വരുള്ളൂ. ഇനി എന്താ? അപ്പോൾ ഇതിവിടെ എഴുതണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു അല്ലേ. ഇത് ആവർത്തനം വേണ്ട, നിങ്ങളിനി സ്വന്തം ചെയ്യും. ഇത് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരാം. ഓക്കേ. ഇനി അടുത്തത് എന്താ? 31. തീസ് എന്ന് വരുമ്പോൾ എന്തായിരിക്കും 31-ന് പറയാൻ പറ്റുമോ? ശ്രമിക്കുമോ നിങ്ങൾ? നമുക്ക് നോക്കാം. എന്താ പറയുക 31-ന്? ഇക്തീസ് അല്ലേ, ഏക്കും തീസും. ഇക്തീസ് എന്ത് പറയുന്നു? ഇക്തീസ് 31 അല്ലേ. ഇവിടെ എഴുതുന്നതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഒരു വരി വിടാം. ഇക്തീസ്, ഇക്തീസ് എഴുതുമ്പോൾ ഇക്തീസ് എന്നാണ് എഴുതുക അല്ലേ. പറയുമ്പോഴങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. ഇക്തീസ്. അടുത്തത് 32.
ബത്തി അല്ലേ? ബത്തി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അറിയാം ബത്തി എന്ന് പറഞ്ഞാൽ അല്ലേ? അഗർബത്തി എന്നെല്ലാം കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ബത്തീസ് എന്താണ്? സംഖ്യയാണ് അല്ലേ? 32 എന്ന സംഖ്യ അല്ലേ? ബത്തീസ് തൈന്തീസ്. തൈ എന്ന് പറയുമ്പോൾ ഒരു ബിന്ദു ഗുണം അല്ലേ? തൈന്തീസ്. അടുത്തെന്താണ്? ചൗംതീസ്. കണ്ട ചാർന്ന് വരുന്ന ച അല്ലേ? ചൗംതീസ്. പിന്നെയോ അടുത്തത് 5 കൂടി വരുന്നതാണ്. അപ്പം എന്താ വരിക? പൈന്തീസ്. 5 തീസ് വരുമോ? ഇല്ല അല്ലേ? എന്താ വരിക? പൈന്തീസ്. ഓക്കെ. അടുത്തെന്തായിരിക്കും? 6 ബന്ധപ്പെട്ടതാണ് അല്ലേ? ചായ എന്തായാലും ഉണ്ട് അതിൽ. അപ്പം എന്തായിരിക്കും 36 പറയുക? ഛത്തീസ്. കണ്ടോ? ഛത്തീസ്. 2 താവണം അല്ലേ? ഛത്തീസ്. അടുത്തതോ? സൈന്തീസ്. എഴുതുന്ന രീതി മനസ്സിലാക്കണം. സൈന്തീസ്. അടുത്തത് അടുത്തീസ്. ഇനി 39 എന്തായിരിക്കും പറയുക? ഉൻചാലീസ്. കാണുന്നില്ല കുട്ടികളെ? എഴുതി പോകല. ഉൻചാലീസ് അങ്ങനെ പോകലല്ലേ? ഉൻചാലീസ്. പിന്നെയോ 40 അല്ലേ? 40 തീർച്ചയായിട്ടും എന്തായിരിക്കും? ചാലീസ്. ഉണ്ടോ? ചാലീസ്. 39 40 അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? 31 മുതൽ 40 വരെ എങ്ങനെയാണ് എഴുതുക എന്ന് മനസ്സിലായോ? മനസ്സിലാക്കണം. ഇതൊന്ന് നമുക്ക് വായിക്കാം. 31 32 33 34 35 36 37 38 39 40. അപ്പം നിങ്ങൾ ഹിന്ദി അക്കത്തിൽ എഴുതുമെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഹോംവർക്കാണ്. അപ്പം നിങ്ങളത് ചെയ്തേ തീരൂ. എങ്കിലേ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുള്ളൂ. നിങ്ങൾക്കും വേണ്ടേ ഒരു ചെറിയൊരു തൊഴിൽ വേണം. അങ്ങനെ നമുക്കടുത്തത് 40 കഴിഞ്ഞാൽ അടുത്ത അക്ക ഏതാണ്? 41 അല്ലേ? എന്തായിരിക്കും അതിൽ? എങ്ങനെയായിരിക്കും ഊഹിക്കാൻ പറ്റും നിങ്ങൾക്ക്? ആദ്യം ഏക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും ഒരു വേർഡ് ഉണ്ടാവും അല്ലേ? എന്തായിരിക്കും? ശരി, നമുക്ക് നോക്കാം. 41 എന്താ പറയുക? ഇക്താലീസ്. എന്താ പറയുക? ഇക്താലീസ്. ഓക്കെ. അടുത്തെന്തായിരിക്കും? ഇക്ക് എന്ന് പറയുമ്പോൾ 42. ഒരു സാമ്യമില്ല അല്ലേ? 42. അടുത്ത അക്ഷരം 43. 43. ഇനി 44 എന്തായിരിക്കും? 44. അപ്പോൾ 45 എന്തായിരിക്കും? എന്തോ ഒരു 5 വലിച്ച് അല്ലേ? എങ്ങനെയായിരിക്കും? 45. 45 കേട്ടോ. 46 എന്ത് പറയും? 46.
ചിയാലീസ്. എല്ലാം ആലീസ് ചേർന്നതാണ് അല്ലേ, ആലീസ് അല്ലേ, ചിയാലീസ്. അടുത്തതോ 47 എന്താ പറയുക? സെയിൻതാലീസ്. സൈൻതാലീസ്. നമ്മളൊരിക്കലും ചുണ്ടുകൂട്ടി സൈൻതാലീസ് എന്നൊന്നും പറയാൻ പാടില്ല, സൈൻതാലീസ്. അടുത്തത് 48. അപ്പം എന്തായാലും ഒരു 8ൻ്റെ ഒരു സംഭവം ഉണ്ടാവും അല്ലേ, അടുത്താലീസ് അല്ലേ, എന്താ പറയുക? അടുത്താലീസ്. അടുത്താലീസ്. നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? ധാരാളം വാക്കുകൾ പഠിച്ചു കേട്ടോ. എങ്ങനെ എഴുതുന്നത് പഠിച്ചു, എത്ര കൂട്ടക്ഷരങ്ങൾ പഠിച്ചു അല്ലേ. നമ്മൾ അറിയാതെ പഠിച്ചു വരികയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ഒന്നിലധികം കാര്യങ്ങൾ പഠിക്കുകയാണ് അല്ലേ. കൂട്ടക്ഷരം എഴുതാൻ പഠിക്കുന്നു, വാക്കുകൾ പഠിക്കുന്നു, അങ്ങനെ എണ്ണം പഠിക്കുന്നു, അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അടുത്തതെന്താ? ഉൻചാസ്. ഉൻചാസ്. ഉൻചാസ് എന്ന് പറഞ്ഞാൽ എന്താ? 49 അല്ലേ. 50 എന്താ പറയുക? പച്ചാസ്. പച്ചാസ്. നമ്മളൊരു 25 പഠിച്ചിരുന്നു അല്ലേ മുന്നേ. ഒരു 25 പഠിച്ചിരുന്നോ? എന്തായിരുന്നു അത്? 25 എന്നൊരക്ഷരം അല്ലേ. അത് ഓർമ്മയുണ്ടോ? അക്കം അല്ലേ, അത് ഓർമ്മയുണ്ടോ? അപ്പം 50 എന്താ പറയുക? പച്ചാസ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയും കൊണ്ട് മതി. ഇത് ധാരാളമാണ്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് ശേഷമുള്ളത് 100 വരെയുള്ളതും അതിന് ശേഷമുള്ളതൊക്കെ നമുക്ക് എങ്ങനെ പറയുന്നു എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിരുത്തി നല്ല ക്ഷമയോടുകൂടി പഠിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.